ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ജുബി ഫബി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. ഇന്നപ്പോൾ നമ്മൾ ജീം, ഹാ, ഹാ ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ 5 വിധത്തിലുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം 5 നുക്ത വരക്കുക. എന്നിട്ട് 2 സൈഡിലും ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 7.5 നുക്ത വരക്കുക. അതിൻ്റെ അടിയിലോട്ടും ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ആ സൈഡിലും 5 നുക്ത വരക്കുക. 5ാമത്തെ നുക്തയുടെ നേരെ ഒരു നുക്ത കൂടി വരച്ചു കൊടുക്കുക. 7 നുക്തയുടെ അടിയിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ജീം വരക്കാം. ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് ഈ നുക്തയുടെ അടുത്തേക്ക് കട്ടിയില്ലാതെ വരച്ചു കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നുക്ത ഇട്ട് കൊടുക്കുക. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നുക്ത ഇല്ലാതെ ഒരു ജീം വരക്കാം കേട്ടോ. ഇനി 2ാമത്തെ ജീം വരക്കാം. 5 നുക്ത വരക്കുക. ഇതിൻ്റെ അടിയിലോട്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. 2 സൈഡിലും ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി ഈ സൈഡിൽ 7.5 നുക്ത വരച്ചു കൊടുക്കുക. ഇനി 4ാമത്തെ നുക്തയുടെ നേരെ 2 ലൈൻ ഇട്ടെടുക്കുക. 4ാമത്തെ നുക്തയുടെ തുടങ്ങുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും ഓരോ ലൈൻ ഇട്ടെടുക്കുക. എന്നിട്ട് 2ാമത്തെ നുക്തയുടെ നേരെയും 2 നുക്ത ഇട്ട് കൊടുക്കുക. ഇനി അടിയിൽ നിന്ന് ആ 2.5 നുക്ത ഇല്ലേ അവിടെ, ആ 2ാമത്തെ നുക്തയുടെ നേരെ 5 നുക്ത ഇട്ട് കൊടുക്കുക. ഇതിൽ 3ാമത്തെ നുക്തയുടെ മുകളിലും താഴെയും ഓരോ നുക്ത വരച്ചു കൊടുക്കുക. ഇനി വരക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കുക. ഇനി ഇവിടെ നിന്ന് ഈ ഇപ്പോൾ നമ്മൾ വരച്ച കല്ലില്ലേ അങ്ങോട്ട് ഇങ്ങനെ വരക്കുക. ഇനി ഇവിടുന്ന് അടിയിലോട്ട് ഇങ്ങനെ വരക്കുക.
ഇവിടെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്നും ഇങ്ങനെ വരച്ച് കട്ടില്ലാതെ കൊണ്ടുവരണം. ഇനി ഈ ഭാഗത്തു നിന്നും അടിയിലോട്ട് ഇങ്ങനെ വരണം. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നുക്ത ഇട്ട് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ ജീം. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒക്കെ. ഇപ്പം 2 പഠിച്ചു. മനസ്സിലായോ? ഇനി നുക്ത ഇല്ലാതെ ഒന്ന് വരച്ച് നോക്കാം. ഇങ്ങനെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പിന്നെ മുകളിലോട്ട് ഈ ലൈനിൽ കൂടി ഇങ്ങനെ കട്ടില്ലാതെ വരക്കുക. ഇവിടെ നിന്ന് താഴോട്ടും വരക്കുക. ഇനി മൂന്നാമത്തെ വരക്കാം. ഇപ്പം 2 പഠിച്ചു കഴിഞ്ഞിട്ടോ. നെക്സ്റ്റിൽ 5 നുക്ത വരക്കുക. ഇനി ഈ ഫസ്റ്റ് നുക്തയുടെ അവിടെ നിന്ന് കട്ടില്ലാതെ ഇങ്ങനെ, പിന്നെ കട്ടി കൂടിയിട്ട് വീണ്ടും കട്ടില്ലാതെ വരണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ വരച്ച് ഇവിടെ വരുമ്പോൾ കട്ടി വേണേ. ഇങ്ങോട്ട് വരുമ്പോൾ കട്ടി വേണം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നുക്ത വരയ്ക്കുക. ഇതാണ് കേട്ടോ മൂന്നാമത്തത്. ഇത് സിമ്പിളല്ലേ? ഇനി ഒന്ന് നുക്തയില്ലാതെ വരച്ചു നോക്കൂ. ഇനി അടുത്ത മോഡൽ വരക്കാം. ഇതിനെ 6 നുക്ത വരയ്ക്കുക. ഇനി 5ൻ്റെയും 6ൻ്റെയും സെൻട്രലായി അടിയിലോട്ട് ഒരു നുക്ത കൂടി വരയ്ക്കുക. ഇവിടെ നിന്ന് 5ാമത്തെ നുക്തയുടെ അവിടെ വരെ ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് 5ാമത്തെ നുക്തയുടെ അവിടേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ കട്ടില്ലാതെ വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അവസാന ഭാഗം എത്തുമ്പോൾ കട്ടി കൂടണം കേട്ടോ. ഇനി ഈ ഫസ്റ്റിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇതൊന്ന് നുക്തയില്ലാതെ വരച്ച് നോക്കാം. മനസ്സിലായോ എല്ലാവർക്കും? ഇനി 5ാമത്തത് വരക്കാൻ പോവാട്ടോ. ആദ്യം 5 നുക്ത വരക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കുക. ഇനി ഇവിടെ നിന്നും കട്ടില്ലാതെ പിന്നെ കട്ടി കൂടുന്ന രീതിയിൽ വരക്കുക.
ഇനി ഇവിടെ നിന്നും താഴോട്ട് ഇങ്ങനെ വരക്കുക. മനസ്സിലായോ? ഇനി ഒന്ന് നുക്തയില്ലാതെ വരക്കാം. ഇനി ഇന്ന് പഠിച്ചത് ഫസ്റ്റ് മുതൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ഈ ജീം വരക്കുക. അടുത്തത് ഇങ്ങനെ. ഇത് ടഫൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ? അടുത്തത് ഇങ്ങനെ ഒന്ന് വരക്കുക. അടുത്തത് ഇങ്ങനെ വരക്കുക. ഇനി നാലാമത്തത് ഇങ്ങനെ വരച്ചിട്ട് താഴോട്ട് അങ്ങനെ. ഇനി അഞ്ചാമത്തത് വരക്കാം കേട്ടോ. താഴോട്ട് ഇങ്ങനെ. ഇപ്പോൾ 5 പഠിച്ചില്ലേ? സിമ്പിളല്ലേ? ടഫൊന്നുമില്ലല്ലോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ബാക്കി പഠിക്കാം കേട്ടോ.